ഈ റോമർക്കെഴുതിയ ലേഖനം തുടങ്ങുന്നതിന് മുമ്പമേ തന്നെ ഇതിനെക്കുറിച്ച് ചില ആളുകളുടെ അഭിപ്രായം ഒന്ന് അറിഞ്ഞിരിക്കുന്നേ ഈ ലേഖനം നമുക്കൊന്ന് വായിക്കാനും അത് വളരെ എൻകറേജ്മെന്റ് ആയിരിക്കും. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കുറച്ച് ആളുകളുടെ അഭിപ്രായം ഒന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ആദ്യമായിട്ട് ജോൺ കാൽവിനിസം കേട്ടിട്ടുണ്ടോ? ജോൺ കാൽവിൻ, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന അദ്ദേഹം ഒരു ഫ്രഞ്ച് തിയോളജിയനാന്ന് പറയുന്നു, പാസ്റ്ററാന്ന് പറയുന്നു, മത നവീകരണത്തിന്റെ ഒരു വക്താവും കൂടിയായിരുന്നു. അദ്ദേഹം ഈ ലേഖനത്തെ കുറിച്ച് പറയുന്നത്, ഒരു നിമിഷേ, അദ്ദേഹം ഈ ലേഖനം റോമർക്കെഴുതിയ ലേഖനത്തെ കുറിച്ച് പറയുന്ന ഇറ്റ് ഓപ്പൺ ദി ഡോർ ടു ഓൾ സ്ക്രിപ്ചർ, അതായത് റോമ ലേഖനം എന്ന് പറയുന്നത് ഒരു കവാടമായിട്ടാ പറയുന്നത്. ആ കവാടത്തിലൂടെ കടന്നു വേണം, ഒരു ഗേറ്റാ, ആ ഗേറ്റിലൂടെ കടന്നു വേണം ഈ വേദ പുസ്തകത്തിലെ നിധികളുണ്ടല്ലോ, വിലപിടിപ്പുള്ള മുത്തുകളെ നമുക്ക് കുഴിച്ചെടുക്കാൻ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഈ ലേഖനങ്ങളുടെ ഏറ്റവും മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുന്നു. മനസ്സിലായോ? ഇനി മാർട്ടിൻ ലൂതറിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഇല്ലെന്ന് തോന്നുന്നു. നവീകരണത്തിന്റെ പിതാവാണ്, അതായത് പ്രൊട്ടസ്റ്റന്റിസം, അതിന്റെ പിതാവാണ് മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതർ ഈ ലേഖനത്തെ കുറിച്ച് പറയുന്ന ഒരു അഭിപ്രായം, ഇറ്റ് ഈസ് എ ചീഫ് പാർട്ട് ഓഫ് ദി ന്യൂ ടെസ്റ്റ്മെന്റ് ആൻഡ് ദി പ്യുവർ ഗോസ്പൽ, അങ്ങനെ പറയുന്നത്. അതായത് ഒരു പുതിയ നിയമത്തിന്റെ ഒരു ചീഫായിട്ടുള്ള ഒരു പാർട്ടായിട്ടാണ് ഈ ഒരു ലേഖനത്തെ കാണുന്നത്. അതുകൂടാതെ തന്നെ ഇതൊരു പ്യുവർ ഗോസ്പലാന്നാ പറയുന്നത്. ഇനി സ്വിറ്റ്സർലൻഡുകാരനാകുന്ന ഒരു തിയോളജിയൻ അല്ലെങ്കിൽ ഒരു കമന്റേറ്റർ ഈ ലേഖനത്തെ, അദ്ദേഹത്തിന്റെ പേര് ഫെഡറിക് ഗോഡറ്റ് എന്നാണ്. അദ്ദേഹം ഈ ലേഖനത്തെ കുറിച്ച് പറയുന്നത് കത്തീഡ്രൽ ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. കത്തീഡ്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ, ഒരു വലിയ പള്ളി എന്നൊക്കെ പറയാം. അതായത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ കേദാരം, അങ്ങനെ ഇതിനെ പറയുന്ന ഈ ലേഖനത്തെ. പിന്നെ ഒരു സയന്റിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് മൈക്കിൾ ഫാരഡെ കുറിച്ച് ഞാൻ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ അദ്ദേഹം ഒരു ഫിസിസിസ്റ്റ് ആയിരുന്നു, ഒരു കെമിസ്റ്റ് ആയിരുന്നു എന്നൊക്കെ കേട്ടു. അദ്ദേഹം ഒരു സയന്റിസ്റ്റും കൂടിയാണ്. അദ്ദേഹം തന്റെ മരണക്കിടക്കയിലായിരുന്നപ്പോൾ അദ്ദേഹത്തിനോട് ചുറ്റുമുള്ളവർ ചോദിച്ചു, താങ്കളുടെ നിഗമനം എന്തുവാ, ഹൈപ്പോത്തസിസ് എന്തുവാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. മരണക്കിടക്കയിലാണേ. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, എനിക്ക് നിഗമനമല്ല ഉള്ളത്, ഉറച്ച പ്രത്യാശയാണ് എനിക്കുള്ളത്. ആ പ്രത്യാശ എന്തുവാന്നോ, ഞാൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് റോമാ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തേജസ് പ്രാപിക്കാൻ പോവാ. അതിൽ നിന്ന് മനസ്സിലാക്കി ഈ റോമാലേഖനത്തിൽ എന്ത് എഴുതിയിട്ടുണ്ട്, എങ്ങനെ ഗ്ലോറിഫിക്കേഷൻ നടക്കും, അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത്രയുമൊക്കെയാണ് ഈ കുറച്ച് ആളുകൾ, ഇതിൽ കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഒരു ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞു, 80 തവണ റോമാലേഖനം ഞാൻ പഠിപ്പിച്ചു, പക്ഷെ സ്റ്റിൽ ഇപ്പോഴും അത് വിളവെടുക്കുവാൻ പാകമായ ഒരു വയലുപോലാ കിടക്കുന്നതെന്ന്. എന്ന് വെച്ചാൽ മതിയായിട്ടില്ല, അതിൽ നിന്ന് ആഴത്തിൽ ഗ്രഹിക്കാൻ ഇനിയും ഉണ്ടെന്നാ പറയുന്നത്. ഇത് ഇത്രയും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പുസ്തകം വായിക്കാൻ ഒരു പ്രചോദനമാണ്. പലപ്പോഴും നമ്മൾ മടിച്ചു നിൽക്കും വചനം പഠിക്കാനും അത് മനസ്സിലാക്കാം. അപ്പൊ ഇതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ഇതിലെ വിലപിടിപ്പുള്ള നിധികൾ, ഇല്ലെങ്കിൽ ഈ റോമാലേഖന ജോൺ കാൽവിൻ പറഞ്ഞതുപോലെ ആ ഗേറ്റിലൂടെ കടന്ന് തിരുവഴുത്തിലെ നിധികളെ ഒന്ന് പെറുക്കിയെടുക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അടുത്തതായിട്ട് റോമാലേഖനം ഈ തുടങ്ങുന്നതിന് മുന്നേ ഒരു കുറച്ച് ഭാഗം ഇതിനെക്കുറിച്ച് പറയുവാണ്. ഈ റോമാലേഖനം ജീവിതത്തിൽ രൂപാന്തരം വരുത്തിയ കുറച്ച് ആളുകളുണ്ട്, അവരെ കുറിച്ച് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സെയിന്റ് അഗസ്റ്റിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? സെയിന്റ് അഗസ്റ്റിൻ ഇറ്റലിയിലെ മിലൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ ആയിരുന്നു. അദ്ദേഹം തൻ്റെ ചെറുപ്രായത്തിൽ എല്ലാവിധ പാപത്തിലും രസിച്ച് നടന്ന ഒരു വ്യക്തി ജീവിതം. അദ്ദേഹത്തിന്റെ അമ്മയെ കുറിച്ച് പറയുമ്പോൾ തൻ്റെ മാതാവ് ഒരു ക്രിസ്ത്യാനിയായിരുന്നെന്നാ പറയുന്നത്. എന്നാൽ അച്ഛൻ ഒരു വിശ്വാസി അല്ലായിരുന്നു പോലും.
അദ്ദേഹം ഒരു ദിവസം ഒരു ബിഷപ്പിന്റെ പ്രസംഗം കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഒന്നും തന്നെ ഒരു മാറ്റവും അദ്ദേഹത്തിൽ അത് വരുത്തുവാൻ ഇടയായി തീർന്നില്ല. എന്നാൽ അത് കഴിഞ്ഞ് ഒരു ദിവസം താൻ പാപത്തിൽ അങ്ങ് രസിച്ച് തൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ തൻ്റെ മാതാവ് കരയുന്നതാ കണ്ടത്. ആ കരച്ചിൽ അദ്ദേഹത്തെ വളരെ അസ്വസ്ഥപ്പെടുത്തി. അദ്ദേഹം എന്ത് കൊടുത്തു? വീടിന് തൊട്ടടുത്തുള്ള ഒരു പാർക്കിൽ പോയിരുന്നു. പാർക്കിൽ പോയിരുന്നപ്പോൾ അവിടെ കുഞ്ഞുങ്ങള് കളിക്കുന്നുണ്ടായിരുന്നു. ആ പാർക്കിൽ ആ പിള്ളേർ കളിക്കുന്നിടയിൽ ആ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ടേക്ക് അപ്പ് ആൻഡ് റീഡ്, ടേക്ക് അപ്പ് ആൻഡ് റീഡ്. ഇത് അദ്ദേഹം കേൾക്കുന്നേ. അദ്ദേഹം നോക്കാൻ നേരത്ത് താൻ ഇരിക്കുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു പുസ്തകത്തിന്റെ ഒരു പേപ്പറിന്റെ ഒരു ചുരുൾ വന്ന് കിടക്കുക. പെട്ടെന്ന് തന്നെ ഒരു ദൈവത്തിന്റെ നിയോഗം പോലെ അദ്ദേഹം ആ ചുരുളെടുത്ത് വായിക്കുവാൻ തുടങ്ങി. അതിൽ എഴുതിയിരുന്ന ഭാഗം റോമാലേഖനം അതിന്റെ 13 തൊട്ട് 14 വരെ. ആരെങ്കിലും ഒന്ന് വായിക്കാവോ? പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക, വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുവിൻ. മോഹങ്ങൾ അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. ശയനമോഹങ്ങളിലല്ല, വെറുക്കൂത്തിലല്ല. ഈ ഒരു വാക്ക്, ഈ ഒരു ലേഖനത്തിലെ ഈ ഒരു ഭാഗം ആ വ്യക്തി ജീവിതത്തെ സ്വാധീനിച്ചു. അദ്ദേഹം തൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. ഈ ക്രൈസ്തവ സഭ കണ്ട ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു വേദ പണ്ഡിതനായിട്ട് അദ്ദേഹം തീർന്നു. അതുമാത്രമല്ല, ട്രിനിറ്റിയെ കുറിച്ച് വളരെ അടുക്കും ചിട്ടയോടും കൂടെ സഭയെ പഠിപ്പിക്കുവാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. ഇനി രണ്ടാമത്തെ ഒരു വ്യക്തി ജീവിതമാണ് മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ജർമ്മനിക്കാരനാണ്. അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയിരുന്നു. ജർമ്മനിയിലെ വിറ്റൻബർഗ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ കൂടായിരുന്നു. അദ്ദേഹം തൻ്റെ പ്രീസ്റ്റായിട്ട് അത് സന്യാസ ജീവിതം നയിച്ചിരുന്ന സമയത്ത് അദ്ദേഹം കത്തോലിക്ക സഭയുടെ ഒരു പ്രീസ്റ്റ് ആയിരുന്നു കേട്ടോ, സന്യാസിയായിരുന്നു. ആ സമയങ്ങളിൽ റോമിൽ സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ പണിയാൻ, അതായത് സെന്റ് പീറ്ററിന്റെ കത്തീഡ്രൽ റോമിൽ പണിയാനായിട്ട് പാപമോചന ചീട്ട് അത് വിൽക്കാൻ ആരംഭിച്ചു. അതായത് ഇത്രയേ ഉള്ളൂ, പാപം ക്ഷമിക്കണോ, ഈ ചീട്ട് വാങ്ങണം. ആ സമയത്ത് ഇദ്ദേഹം റോമർക്ക് എഴുതിയ ലേഖനം പഠിക്കുവാൻ തുടങ്ങി. ദൈവനിയോഗപ്രകാരം ശരിക്കും സഭയുടെ ഒരു ഇരുണ്ട കാലഘട്ടമെന്ന് അതിനെ പറയുന്നത്. ഏറ്റവും വലിയ സഭയിൽ ദുരുപദേശം നിറഞ്ഞിരുന്ന കാലഘട്ടം ആ കാലഘട്ടമുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ സെന്റ് മാർട്ടിൻ, കത്തോലിക്ക സഭയുടെ ഒരു വൈദികൻ, റോമർക്ക് എഴുതിയ ലേഖനം പഠിച്ചപ്പോൾ ആ റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിലെ 17-ാമത്തെ വാക്യം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, ആ ഒരു വാക്ക് അദ്ദേഹത്തെ സ്പർശിച്ചു. അദ്ദേഹം എന്തെടുത്തു? 95 തീസിസ് എഴുതിയിട്ട് വെറ്റൻബർഗ് ആ സഭയിൽ അദ്ദേഹം കൊണ്ടത് ആണി അടിച്ചെന്നാ പറയുന്നത്, ചുവരിന്മേൽ. എന്നിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തു അതിനെതിരെ. അങ്ങനാണ് സഭയിൽ ഒരു മതത്തിന്റെ നവീകരണം പോലും വരുവാനായിട്ട് ഇടയായി തീർന്നു പിന്നത്തേതിൽ. അപ്പം മാർട്ടിൻ ലൂതറിന്റെ രൂപാന്തരത്തിന് ഇല്ലെങ്കിൽ മാനസാന്തരത്തിന് ഇടയാക്കിയ ഒരു ലേഖനമാണ് റോമർക്ക് എഴുതിയ ലേഖനം. എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടോ? ഇനി വേറൊരു വ്യക്തിയെ കൂടെ നമുക്ക് പരിചയപ്പെടാം, ജോൺ വെസ്ലി. ജോൺ വെസ്ലിയെ കുറിച്ച് എനിക്ക് ഒന്നും അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. ഇംഗ്ലണ്ടിന്റെ ഉണർവിന് ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ജോൺ വെസ്ലി. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു മിഷണറി ആയിരുന്നു, ഒരു സൺഡേ സ്കൂൾ ടീച്ചറൊക്കെ ആയിരുന്നു. അദ്ദേഹം ഒരിക്കൽ അമേരിക്കയിൽ മിഷണറി വേലയ്ക്ക് വേണ്ടി പോയ സമയത്ത്, മിഷണറി ആയിട്ട് പോയ സമയത്ത് അവിടെ വെച്ച് ഒരു മൊറേവിയൻ മിഷണറിയെ പരിചയപ്പെടും. അദ്ദേഹം ജോൺ വെസ്ലിയോട് ചോദിക്കും, ആർ യു എ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ? ജോൺ വെസ്ലി പറയും, ഞാനൊരു മിഷണറിയാണ്, ഞാനൊരു സൺഡേ സ്കൂൾ ടീച്ചറാണ്, ഞാൻ നല്ലൊരു അധ്യാപകനാണ്. വീണ്ടും ആ മിഷണറി ചോദിക്കുക, ആർ യു എ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ? അന്ന് വരെ ഈ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ എന്തുവാന്ന്, ആ ഒരു അനുഭവം എന്തുവാന്ന് ജോൺ വെസ്ലി അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ജോൺ വെസ്ലി ആ സമയങ്ങളിൽ മാർട്ടിൻ ലൂതർ റോമർക്ക് എഴുതിയ ലേഖനത്തെ
അനുബന്ധിച്ച് കുറച്ച് കമന്ററീസ് വായിക്കാനായിട്ട് ഇടയായിത്തീരും. അതിൽ നിന്ന് ബോൺ അഗെയിൻ എന്തുവാണെന്നും അതായത് ആ ഒരു ബോൺ അഗെയിൻ അനുഭവത്തിലേക്ക് ജോൺ വെസ്ലി വരുവാൻ കാരണമായത് ഈ മാർട്ടിൻ ലൂതർ റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ കമന്ററി വായിച്ചാണ്. ഇത്രയും വ്യക്തി ജീവിതങ്ങൾ, ഇതിൽ കൂടുതൽ ഈ റോമർക്ക് എഴുതിയ ലേഖനം എഴുതി പല വ്യക്തികളും വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇനിയും കർത്താവിന്റെ വരവ് താമസിച്ച അതിനു മുന്നമേ എത്രയോ പേർ റോമർക്ക് എഴുതിയ ലേഖനം വായിച്ചുകൊണ്ട് വിശ്വാസത്തിൽ വരാനിരിക്കുന്നു. അതിനായിട്ട് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഇത് ജസ്റ്റ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ആമുഖമായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ തന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ ലേഖനം നമുക്കതൊരു പ്രചോദനമായിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ ലേഖനം ഒന്ന് വായിക്കാനും ഇതിൽ എന്തുവാ എഴുതിയിരിക്കുന്നു എന്ന് ഗ്രഹിക്കാനും നമുക്കതൊരു പ്രചോദനമായിരിക്കും. അതിനുവേണ്ടി മാത്രമാണ് ഞാനത് ഇത്രയും പറഞ്ഞത്. ഇനി ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമ്മൾ കടക്കാം. ഈ ലേഖനം ആരെഴുതി, എന്തിനെഴുതി, ആർക്കു വേണ്ടി എഴുതി എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അതിൽ ആദ്യത്തെ ഭാഗം തന്നെ ഇവിടെ ഇങ്ങനാണ് കൊടുക്കുന്നത്: അപ്പസ്തോലനാകുന്ന പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം. ഇതിൽ നിന്ന് എഴുത്തുകാരൻ ആരാണ്? അപ്പസ്തോലനാകുന്ന പൗലോസ്, ഇല്ലെങ്കിൽ പൗലോസ് അപ്പസ്തോലൻ. ആർക്കാണ് ഈ ലേഖനം എഴുതുന്നത്? റോമർക്ക്, റോമിലെ സഭയിലെ വിശ്വാസികൾക്ക് എഴുതിയ ലേഖനമാണിത്. റോമിലെ സഭയെ കുറിച്ച് പറയുമ്പോൾ റോമിലെ സഭ പ്രസിദ്ധമായിരുന്നു എന്നാ പറയുന്നത്. പക്ഷെ ആ സഭയെ കുറിച്ച് ഹിസ്റ്ററി പറയുന്ന റോമിലെ സഭ അപ്പസ്തോലന്മാരാൽ സ്ഥാപിക്കപ്പെട്ട ഒരു സഭയല്ല. പിന്നെ എങ്ങനാണ് ഈ സഭ സ്ഥാപിച്ചതെന്ന് പറയുന്നത്, പെന്തക്കോസ് നാൾ വന്നപ്പോൾ യെരുശലേമിൽ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയ ആളുകൾ ഉണ്ടായിരുന്നു. പല ഭാഷക്കാരുണ്ടായിരുന്നു. അതിൽ റോമിൽ നിന്നും ഉള്ളവരും അന്ന് യെരുശലേമിൽ വന്നിരുന്നു. അങ്ങനാണ് പെന്തക്കോസ് നാൾ വന്നപ്പോൾ ഒരാത്മപകർച്ച 120 പേരിരുന്ന സംഘത്തിന്റെ മേൽ പകർന്നപ്പോൾ അവിടെ പത്രോസ് എഴുന്നേറ്റിരുന്നു. അത് നമുക്കറിയാവുന്ന കാര്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ വളരെ അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. പൗലോസ് എഴുന്നേറ്റ് എന്ന് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആളുകൾ എന്ത് കൊടുത്തു? മാനസാന്തരപ്പെട്ട് കർത്താവിനെ സ്വീകരിച്ച് അവര് മടങ്ങിപ്പോയി. സഭയോട് അന്ന് 3000 പേര് ചേർന്നു. ഈ യെരുശലേമിൽ വന്ന റോമിലെ യഹൂദന്മാര്, ഇല്ലെങ്കിൽ റോമിൽ നിന്ന് വന്ന വിശ്വാസികൾ പിന്നത്തേതിൽ മടങ്ങിപ്പോയി റോമിൽ സ്ഥാപിച്ചതാകാം ഈ റോമിലെ സഭ എന്ന് പറയപ്പെടുന്നു. പിന്നെ വേറൊരു രീതിയിൽ പറയപ്പെടുന്നത്, റോമിലേക്ക് കുടിയേറി പാർത്ത ആസ്യയിലും മക്കതോനിയയിലും ഗ്രീസിലും പൗലോസ് സ്ഥാപിച്ച സഭകളിലെ വിശ്വാസികൾ ആരെങ്കിലും പോയി സ്ഥാപിച്ചതാകാം ഈ റോമിലെ സഭ എന്ന് പറയപ്പെടുന്നു. ആരും ആയിക്കൊള്ളട്ടെ, പക്ഷെ നമുക്ക് ഈ ഒരു ലേഖനം വായിക്കുമ്പോൾ ഒരു കാര്യം അറിയാം: റോമിൽ ഒരു സഭ ഉണ്ടായിരുന്നു. അപ്പൊ എഴുത്തുകാരൻ ആരാണ്? പൗലോസ് അപ്പസ്തോലനാണ് ഈ ലേഖനം എഴുതിയത്. ഈ ലേഖനം പൗലോസ് അപ്പസ്തോലൻ എഴുതുന്നത് തൻ്റെ 3-ാം മിഷണറി യാത്രയിൽ അതിന്റെ അവസാനത്തോടനുബന്ധിച്ച് ഒരു 3 മാസം അദ്ദേഹം കൊരിന്തിൽ താമസിച്ചു. കൊരിന്ത് പട്ടണം അറിയാവല്ലോ. കൊരിന്ത് പട്ടണത്തിൽ താമസിച്ചപ്പോൾ ഗായോസിന്റെ വീട്ടിലാ താമസിച്ചെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് അദ്ദേഹം യെരുശലേമിലേക്ക് പോകുവാൻ അദ്ദേഹം ആരംഭിക്കുക. ആരാ? പൗലോസ് അപ്പസ്തോലൻ. അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ടായി, യെരുശലേമിൽ പോകണം. യെരുശലേമിൽ പോകാൻ അങ്ങനെ അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുക. എന്തിനാ യെരുശലേമിൽ പോകുന്നത്? അത് ഈ പുസ്തകത്തിന്റെ ലാസ്റ്റ് ഭാഗത്തോടനുബന്ധിച്ച് നമ്മൾ അത് മനസ്സിലാക്കിയെടുക്കും. അവിടെ അവിടുത്തെ വിശുദ്ധന്മാർക്ക് യെരുശലേമിലെ വിശുദ്ധന്മാർക്ക് കുറച്ച് ധനശേഖരണം കരുതിയിട്ടുണ്ട് അവരെ സഹായിക്കാനായിട്ട്. അപ്പൊ അതുമായിട്ട് പൗലോസ് കൊരിന്തിൽ ഇങ്ങനെ 3-ാം മിഷണറി യാത്രയുടെ അവസാന സമയങ്ങളിൽ താമസിച്ചപ്പോൾ അദ്ദേഹം ഒരു പ്ലാൻ ചെയ്തു. ഓക്കെ, ഈ യെരുശലേമിലേക്ക് പോവാം. എന്നിട്ട് അവിടുത്തെ വിശുദ്ധന്മാര് വളരെ പാവങ്ങളായിരുന്നു, ദരിദ്രരായിരുന്നു. അപ്പൊ അവരെ സഹായിക്കാൻ ധനശേഖരണവുമായിട്ട് പോവാൻ പ്ലാൻ ചെയ്തിരുന്ന സമയത്ത് ഈ കൊരിന്തിക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് ക്രെങ്ക്രയ. എന്തോ സ്ഥലം? ക്രെങ്ക്രയ സഭയെ കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്തായിട്ട് വരുന്നത് ക്രെങ്ക്രയ സഭയിൽ ഒരു ശുശ്രൂഷക്കാരത്തി ഉണ്ടായിരുന്നു, പ്രിയപ്പെട്ടവരെ. അത് മറ്റാരുമല്ല,
അതെവിടാ പറയുന്നേ? റോമർക്ക് എഴുതിയ ലേഖനം 16 അധ്യായത്തിൽ പറയുന്നുണ്ട്. ഒന്ന് നമുക്കതൊന്ന് വായിക്കാം. നമ്മുടെ സഹോദരിയും ക്രെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയുമായ ഫേബയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാവണ്ണം കർത്താവിന്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിനും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ഭരമേൽക്കുന്നു. റോമർക്ക് ലെറ്റർ എഴുതുമ്പോൾ പൗലോസ് പറയുന്ന കാര്യമാണ്. അപ്പൊ ഈ ഫേബ, ശുശ്രൂഷക്കാരത്തിയാകുന്ന ഈ ഫേബ റോമിലേക്ക് പോവാൻ ഒരുങ്ങിയിരിക്കുക. അപ്പൊ ആ സമയം മുതലെടുത്ത് പരിശുദ്ധാത്മാവ് അപ്പസ്തോലനെ കൊണ്ട് റോമിലെ സഭയ്ക്ക് ലെറ്റർ എഴുതുക. പൗലോസ് പറഞ്ഞു കൊടുത്തിട്ട് ഇവിടെ ആരെ എഴുതുന്നേന്നറിയാവോ? ഈ ലെറ്റർ ഈ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. തെർസോസ് ആണ് എഴുതിയെടുക്കുന്നത്. പൗലോസ് പറയുന്നു, തെർസോസ് എഴുതിയെടുക്കുന്നു. അത് ഇപ്പോഴേ പറഞ്ഞ കാര്യം 16 അധ്യായത്തിൽ വരുമ്പോൾ ഇപ്രകാരം പറയുന്നു, ഈ ലെറ്റർ എഴുതിയ തെർസോസ് എന്ന് ഞാൻ. അപ്പൊ ഒരിക്കലും നമുക്ക് സംശയം തോന്നില്ല, ഇതെന്താ പൗലോസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ തെർസോസ് എന്ന് പറയുന്നേ. പൗലോസ് പറഞ്ഞു കൊടുത്തിട്ട് തെർസോസ് എഴുതുക. ഫേബ, ക്രെങ്ക്രയ സഭയിലെ ഫേബ എവിടെ പോകാൻ ഒരുങ്ങിയിരിക്കുക? റോമിൽ പോകാൻ ഒരുങ്ങിയിരിക്കുക. സാഹചര്യം എല്ലാം ഒരുമിച്ച് വന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് അപ്പസ്തോലനെ കൊണ്ടൊരു എഴുത്തെഴുതിപ്പിക്കുക. എന്തിന്? റോമിലെ സഭയ്ക്ക്. റോമിലെ സഭയ്ക്ക് എന്ത് എഴുതുന്നേ? അവർക്ക് പറഞ്ഞു, അപ്പസ്തോലന്മാരാൽ സ്ഥാപിക്കപ്പെട്ട ഒരു സഭയേ അല്ല റോമിലെ സഭ. അതായത് സുവിശേഷത്തിന്റെ മഹത്തായ സത്യങ്ങളെ അവർക്ക് അറിയിച്ചുകൊണ്ട് അപ്പസ്തോല ലേഖനം എഴുതുക. ഈ സുവിശേഷത്തിന്റെ മഹത്തായ സത്യങ്ങൾ അവരെ അറിയിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അതിലൊന്ന് സ്ഥിരപ്പെടുത്താൻ. അവർക്കൊരു ആത്മീയ വളർച്ച വേണം, അല്ലേ? എങ്ങനാ ജീവിക്കേണ്ടതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിനൊക്കെ വേണ്ടി അപ്പസ്തോലൻ പറഞ്ഞു കൊടുത്ത് തെർസോസ് അതങ്ങ് എഴുതിയെടുത്ത്. ഇതൊരു ലെറ്റർ കേട്ടോ, ലേഖനങ്ങളെല്ലാം ലെറ്ററാണ്. ആ ഒരു ലെറ്റർ ഫേബയുടെ കൈവശമാണ് റോമിലെ സഭയ്ക്ക് പൗലോസ് അപ്പസ്തോലൻ കൊടുത്തയക്കുന്നത്. പിന്നെ ഈ റോമർക്ക് എഴുതിയ ലേഖനം, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം ഇത് വായിക്കുമ്പോൾ ഇത് ഭയങ്കര പാടാന്ന് പറയും. ഇത് വായിച്ചൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ പാടാന്ന് പറയും. അതിനൊറ്റ കാര്യമുള്ളൂ. എന്താണെന്നറിയാവോ? ഈ ലേഖനത്തിൽ ഒരു സ്റ്റൈലുണ്ട് പൗലോസ് എഴുതുന്നതിന്, ഇല്ലെങ്കിൽ പൗലോസ് പറയിച്ച് തെർസോസ് എഴുതുന്നതിന് ഒരു സ്റ്റൈലുണ്ട്. അതിന് പറയുന്നത് ഗ്രീക്കിൽ ഡയാട്രിബേ എന്നാണ്. ഡയാട്രിബേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചോദ്യം പൗലോസ് പറയുന്നു, അതിനുള്ള മറുപടിയും പൗലോസ് പറയുക. ഇല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോടതി റൂം, ഒരു കോടതിയിൽ ഒരു വാദിയുടെ വക്കീലുണ്ടെന്ന് വിചാരിക്കുക, ഒരു പ്രതിയുടെ വക്കീലുമുണ്ട്. വാദിയുടെ വക്കീൽ ഒരു വാദം പറയുക. അപ്പൊ പ്രതിയുടെ വക്കീൽ എഴുന്നേറ്റ് അതിന് മറുപടി കൊടുക്കുക. അപ്പൊ ഈ വാദിയുടെ വക്കീല് ഇനി എന്ത് വാദം പറയാമെന്ന് ഈ പ്രതിയുടെ വക്കീലുണ്ടല്ലോ മുമ്പ് കൂട്ടി കണ്ടിട്ട് അതിനുള്ള മറുപടിയും കൂടെ കൊടുക്കുന്ന ഒരു സ്റ്റൈലിലാണ് ഈ ഒരു ലേഖനം എഴുതപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ലേഖനത്തിൽ ഒരു ഭാഗം കാണുന്നുണ്ട്, ഇങ്ങനൊക്കെ പറയുവാണെങ്കിൽ യഹൂദന് എന്ത് വിശേഷതയാ ഉള്ളത്? അപ്പൊ നമ്മൾ ഇത് ആരാ ചോദിക്കുന്നത്? പൗലോസ് തന്നെയാ ചോദിക്കുന്നത്. അതിന് പൗലോസ് തന്നെയാണ് മറുപടി കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ശൈലിയിൽ ഇത് എഴുതപ്പെട്ടതുകൊണ്ട് പൊതുവേ നമുക്ക് ആർക്കും ഈ ലേഖനം അങ്ങോട്ടൊന്നും മനസ്സിലാക്കാനും, ഇതിൽ എന്തു എഴുതിയിരിക്കുന്നു, നമ്മൾ അധികം സമയമൊന്നും ആരും ഈ ലേഖനത്തിൽ ചെലവഴിക്കത്തില്ല. പക്ഷെ ഈ ലേഖനം വളരെ ഇമ്പോർട്ടൻ്റ്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള തിരുവഴുത്തിലെ എല്ലാ നിധികളെയും പെറുക്കിയെടുക്കണമെങ്കിൽ എന്തോ എടുക്കണം? ഈ ലേഖനത്തിലൂടെ നമുക്ക് കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഇനിയും റോമർക്ക് എഴുതിയ ലേഖനം ആദ്യത്തെ ചാപ്റ്റർ നമുക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ കേട്ടോ. ആദ്യത്തെ ഭാഗം നമുക്കൊന്ന് വായിക്കാം. ആരെങ്കിലും എന്നെ ഇംഗ്ലീഷിൽ വായിച്ചു ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഒന്നാമത്തെ ഭാഗം, ആദ്യത്തെ ചാപ്റ്റർ 1 തൊട്ട് നമുക്ക് 7 വരെയുള്ള ഇത് വേർഡ്സ് നമുക്ക് വായിക്കാം. 1 to 7. ഓക്കെ. ഇവിടെ പറയുന്നു, അതിന്റെ ഹെഡിങ് ഇങ്ങനെ മലയാളത്തിൽ കൊടുത്തേക്കുന്നേ, അപ്പസ്തോലനാകുന്ന പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം. അതിനു മുമ്പേ ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ മറന്നുപോയി കേട്ടോ പറയാൻ.
ഈ ലേഖനത്തിൽ എന്തുവാ എഴുതിയിരിക്കുന്നെന്ന് ഞാൻ ഒരു ഹിന്റ് തരാം. ജസ്റ്റ് ഹിന്റ് മാത്രമേ തരുന്നുള്ളൂ. പിന്നെ നമ്മൾ ആ ലേഖനം വായിക്കുമ്പോൾ കൂടുതലായിട്ട് ഈ ഒരു ഔട്ട്ലൈൻ എന്തുവാ ഇതിൽ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം പറയുന്നത് വാട്ട് വി ആർ ബൈ നേച്ചർ, നമ്മൾ എങ്ങനായിരുന്നു, എങ്ങനെയുള്ളവരായിരുന്നു. പിന്നെ 2 ഇതിൽ പറയുന്നു ഹൗ ടു ബിക്കം എ ക്രിസ്ത്യൻ, നമുക്ക് എങ്ങനെ ഒരു ക്രിസ്ത്യാനിയായി തീരാനൊക്കും. 3 പറയുക ഹൗ ടു ലീവ് എ ക്രിസ്ത്യൻ ലൈഫ്, എങ്ങനെ ഒരു വിശ്വാസ ജീവിതം ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാനൊക്കും. 4 കാര്യം പറയുന്നത് വൈ ഇസ്രായേൽ ഈസ് സെറ്റ് അസൈഡ്, അതായത് ഇസ്രായേലിനെ എന്തുകൊണ്ട് ദൈവം മാറ്റി നിർത്തിയേക്കുന്നു ഇപ്പൊ. 5 കാര്യം പറയുന്നത് ഹൗ ടു സെർവ് ഗോഡ്, ദൈവത്തെ നമുക്ക് എങ്ങനെ സേവിക്കാം. ഇനി നമ്മുടെ പാസ്റ്റിനോടൊന്ന് ഇതിനെക്കുറിച്ച് ഔട്ട്ലൈൻ പറയാൻ പറഞ്ഞാൽ തിയോളജിയൻസ് ഔട്ട്ലൈൻ പറയുന്നത് വേറൊരു രീതിയിലായിരിക്കും, ബൈബിൾ സ്കൂളിൽ പഠിച്ചേക്കുന്നവര്. അതിന്റെ ഔട്ട്ലൈൻ പെട്ടെന്നൊന്ന് പറയാം. കണ്ടംനേഷൻ, ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഡിസ്പെൻസേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ. ഇതാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഓരോ ഭാഗമായിട്ട് നമുക്കൊന്ന് ഇതൊന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പസ്തോലനാകുന്ന പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ചു വിളിക്കപ്പെട്ട അപ്പസ്തോലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്, റോമിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. ഇതൊരു ലെറ്റർ ആന്ന് പറഞ്ഞല്ലോ. പൗലോസിനെ ഈ ലെറ്ററിലൂടെ ഒന്ന് പരിചയപ്പെടുത്തുക. അത് ഇംഗ്ലീഷിൽ ആരെങ്കിലും ആ ഭാഗം ഒന്ന് വായിക്കുക. ഇത് ഇത്രയും മലയാളത്തിൽ കേൾക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. പൗലോസ് ഭയങ്കര ജ്ഞാനമുള്ള ഒരു വ്യക്തിയായിരുന്നെന്നാ പറയുന്നത്. അപ്പൊ ഈ ഒരു വാക്ക് നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ നമുക്കൊന്ന് ഇംഗ്ലീഷിലൊന്ന് വായിച്ച്, ആരെങ്കിലും ഒന്ന് ഇംഗ്ലീഷിൽ വായിക്കാവോ ആ ഭാഗം? Paul, a bond servant of Jesus Christ, called to be an apostle, separated to the gospel of God, which he promised before through his prophets in the Holy Scriptures concerning his Son, Jesus Christ our Lord, who was born of the seed of David according to the flesh, and declared to be the Son of God with power according to the Spirit of holiness by the resurrection from the dead. Through him we have received grace and apostleship for obedience to the faith among all nations, for his name, among whom you also are called of Jesus Christ. ഓക്കെ, ഇവിടെ 1 തൊട്ട് 7 വരെയുള്ള ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇത് ഇംഗ്ലീഷിലേക്ക് വായിച്ചെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഇച്ചിരിയും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ ഈ ഒരു മലയാളത്തിൽ ഒന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കാൻ നമുക്ക് വളരെ പ്രയോജനപ്പെടും. ഇതിൽ ആദ്യത്തെ ഭാഗത്ത് പോളിനെ തന്നെ ആ റോമിലെ സഭയ്ക്കൊന്ന് പരിചയപ്പെടുത്തുക. ഒരു ലെറ്റർ, പണ്ട് ഞാൻ ലെറ്റർ എഴുതിയിട്ടുണ്ട്. ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്, ഇന്നാർക്ക്. പക്ഷെ പോളിനെ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ലെറ്റർ ഒന്ന് തുടങ്ങുന്നത്. ഈ ലെറ്ററിൽ പോളിനെ പരിചയപ്പെടുത്തുന്നത് 3 രീതിയിലാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യമേ പറയുന്നത്, പോളിനെ ആരായിട്ടാ പരിചയപ്പെടുത്തുന്നത്? എ സെർവന്റ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്. എ സെർവന്റ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്. ഈ സെർവന്റ് ഓഫ് ക്രൈസ്റ്റ് ജീസസ് എന്ന് പറയുമ്പോൾ ഈ സെർവന്റ് എന്ന വാക്ക് ഗ്രീക്ക് പദത്തിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്ന ഡ്യൂലോസ് എന്ന വാക്ക ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ചില ട്രാൻസ്ലേഷനിൽ വരുന്നുണ്ടല്ലോ, വെറും ഒരു സെർവന്റ് അല്ല, ബോൺ സെർവന്റ്. എന്തുവാ ഈ ബോൺ സെർവന്റ്? അതായത് ബോൺ സെർവന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാത് തുളയ്ക്കപ്പെട്ടവൻ. ഈ ബോൺ സെർവന്റ് ആരാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് വായിക്കാം എക്സഡസ് 21, ചാപ്റ്റർ 21 വേഴ്സ് 1 to 6. ആരെങ്കിലും ഒന്ന് എടുത്ത് വായിക്കണേ. അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 15-ാം അധ്യായം 12 തൊട്ടും ഒരാൾ വായിക്കാം. അവരുടെ മുമ്പാകെ നീ വെക്കേണ്ടുന്ന ന്യായങ്ങളാവത്. ഒരു എബ്രായദാസനെ വിലയ്ക്ക് വാങ്ങിയാൽ 6 സംവത്സരം സേവിച്ചിട്ട് 7-ാം സംവത്സരത്തിൽ അവൻ ഒന്നും കൊടുക്കാതെ സ്വതന്ത്രനായി പൊയ്ക്കൊള്ളട്ടെ. ഏകനായി വന്നുവെങ്കിൽ
ഏകനായി പോകട്ടെ. അവന് ഭാര്യ ഉണ്ടായിരുന്നുവെങ്കിൽ ഭാര്യയും അവനോടുകൂടെ പോകട്ടെ. അവന്റെ യജമാനൻ അവന് ഭാര്യയെ കൊടുക്കുകയും അവൾ അവന് പുത്രന്മാരെയോ പുത്രിമാരെയോ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും യജമാനന് ഇരിക്കണം. അവൻ ഏകനായി പോകണം. എന്നാൽ ദാസൻ, ഞാൻ എൻ്റെ യജമാനനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകുകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ടു ചെന്ന് കതകിന്റെയോ പട്ടൽക്കാലിന്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവന്റെ കാത് കുത്തി തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം. ആവർത്തന പുസ്തകം 15-ാം അധ്യായം അതിന്റെ 12 തൊട്ട്. നിന്റെ സഹോദരനായ ഒരു എബ്രായ പുരുഷനോ എബ്രായ സ്ത്രീയോ നിനക്ക് തന്നെത്താൻ വിട്ടിട്ട് 6 സംവത്സരം നിന്നെ സേവിച്ചാൽ 7-ാം സംവത്സരത്തിൽ നീ അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം. അവനെ സ്വതന്ത്രനായി വിട്ടയക്കുമ്പോൾ അവനെ വെറും കൈയായിട്ട് അയക്കരുത്. നിന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്നും കളത്തിൽ നിന്നും മുന്തിരിച്ചക്കിൽ നിന്നും അവന് ഔദാര്യമായി ദാനം ചെയ്യണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതുപോലെ നീ അവന് കൊടുക്കണം. നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നു എന്നും നിന്റെ ദൈവമായ യഹോവ നിന്നെ വീണ്ടെടുത്തു എന്നും ഓർക്കണം. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ കാര്യം നിന്നോട് ആജ്ഞാപിക്കുന്നു. അതായത് പഴയ നിയമ കാലഘട്ടത്തിൽ മോശയിലൂടെ ദൈവം കൊടുത്ത ഒരു പ്രമാണമാണ് കേട്ടോ, വിമോചന വർഷം. വിമോചന വർഷം എന്ന് പറയുമ്പോൾ 6 വർഷം ഒരു എബ്രായ ഒരു സെർവന്റ് ഇല്ലെങ്കിൽ ഒരു സ്ലേവ് ഒരു യജമാനൻ ഉണ്ടെന്നിരിക്കട്ടെ, 6 വർഷം യജമാനെ സേവിക്കാം. 7-ാമത്തെ വർഷം എന്ത് കൊടുക്കണം? അവനെ സ്വതന്ത്രനായിട്ട് വിട്ടയക്കണം. ഇനി ഈ സെർവന്റ് പറയുക, എനിക്ക് എൻ്റെ യജമാനെ വിട്ടു പോകേണ്ട. അങ്ങനെ എപ്പോഴാ പറയുന്നത്? ഇഷ്ടത്തിലാ പറയുന്നത്. ഭയങ്കര ഇഷ്ട യജമാനോട് കൂടിയിട്ട് പറയും എനിക്ക് എൻ്റെ യജമാനെ വിട്ടേ പോകണ്ടെന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യാം, അവന്റെ കാത് കൊണ്ടുണ്ടല്ലോ കട്ടിളമേലോ ഈ കതവിന്റെ അവിടെ വെച്ച് കാത് കിഴിക്കും. അതിൻ്റെ അർത്ഥം ഈ യജമാനന് പിന്നെന്നും അവൻ എന്തോ ആയിരിക്കും? അടിമയായിരിക്കും. അതായത് യജമാനന്റെ സ്വന്തമാവൻ. അതുപോലെ ഒരു വാക്കായി ഇവിടെ പോളിനെ തന്നെ പരിചയപ്പെടുത്തുന്നത്. പോളിനെ കുറിച്ച് പറയുന്നേ ഐ ആം എ ബോൺ സെർവന്റ് എന്നാ പറയുന്നേ. അതായത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞാൻ കാതു തുളയ്ക്കപ്പെട്ടവനാ. അവന് വേണ്ടി എന്നെ ഞാൻ സമർപ്പിച്ചിരിക്കുക. അതിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ബോൺ സെർവന്റിന്റെ ഒറ്റ ആഗ്രഹമുള്ള അവന് എന്തുവാന്നറിയാവോ? എനിക്ക് എങ്ങനെങ്കിലും എൻ്റെ മാസ്റ്ററിനെ ഒന്ന് പ്ലീസ് ചെയ്യണം. ലബ. ഇവിടെ പൗലോസ് പറയുക, പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ കർത്താവിനെ ഒന്ന് എനിക്ക് പ്ലീസ് ചെയ്യണം. സാധാരണ സെർവന്റിനൊക്കെ ഒരു അവേഴ്സ് ഉണ്ട്, ഒരു 12 hours. ഇന്ന് നമ്മൾ കാണുമ്പോൾ ഒരു 12 മണിക്കൂർ അവർ വർക്ക് ചെയ്തെന്ന് വെച്ചോ, ബാക്കി അവർക്ക് റെസ്റ്റാ. പക്ഷെ ഒരു ബോൺ സെർവന്റ് അങ്ങനല്ല, 24 hours അവന്റെ യജമാനന് വേണ്ടി അവൻ പണിയെടുക്കുവാൻ ഒരുക്കമുള്ളവനാ. അപ്പൊ പൗലോസിനെ പരിചയപ്പെടുത്തുന്നത് അപ്പസ്തോലനായിട്ടല്ല ആദ്യമേ പരിചയപ്പെടുത്തുന്നത്. പൗലോസ് പറയുക, ഞാൻ കർത്താവിന്റെ ഒരു ബോൺ സെർവന്റ് ആണ്. അവന്റെ സ്നേഹത്താൽ അവന് വേണ്ടി എൻ്റെ കാത് ഞാൻ തുളയ്ക്കപ്പെട്ടവനാ. ഞാനിനി അവന്റെ അടിമയാ. പൗലോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇനി ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ആരാ ജീവിക്കുന്നത്? ക്രിസ്തുവാ ജീവിക്കുന്നത്, അല്ലേ? പിന്നെ രണ്ടാമതായിട്ട് പൗലോസിനെ റോമിലെ സഭയ്ക്ക് പരിചയപ്പെടുത്തുവാണ്, കോൾ ടു ബി ആൻ അപ്പസ്റ്റോൾ. ഞാനൊരു അപ്പസ്തോലനാണ്. അപ്പസ്തോലനായി എന്നെ വിളിക്കപ്പെട്ടവനാണ്. എന്തോ ഈ അപ്പസ്തോലിന്റെ വാക്കിന്റെ മീനിങ് അറിയാവോ? അപ്പസ്തോലിന്റെ വാക്കിന്റെ മീനിങ് എന്തുവാന്ന്? അപ്പസ്തോലൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒരു പ്രത്യേക നിയോഗം കൊടുത്ത് അയക്കപ്പെട്ടവനാണ് ആര്? അപ്പസ്തോലൻ. ഈ പൗലോസ് എങ്ങനെയാണ് അപ്പസ്തോലനായത്? അത് നമുക്കറിയാവോ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അറിയാവോ എന്ന് ചോദിക്കുന്നതിൽ എനിക്കൊന്നും ഒരു അർത്ഥമില്ല. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ നമ്മൾ അവിടെ കാണുന്ന സ്റ്റെഫനോസിന്റെ രക്തസാക്ഷിത്വം. 8-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് പറയുന്നുണ്ട്, അതായത് സ്റ്റെഫനോസിനെ കൊല്ലാൻ പൗലോസിന് സമ്മതമായി. ശൗലെന്ന് അറിയപ്പെടുന്നത് ശൗലിന് സമ്മതമായിരുന്നു എന്നാ പറയുന്നത്. എന്നാൽ 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്
ഈ കൂട്ടരെ, ഏത് കൂട്ടരെ? ക്രിസ്ത്യൻസിനെ കൊന്നു മുടിക്കേണ്ടതിന് ദമസ്കോസിലേക്ക് ഒരു വ്യക്തി പോവുക. ആരാ? ശൗല്. തന്റെ യാത്രാ മധ്യേ എന്ത് കൊടുത്തു? ഒരു പ്രകാശം, ഒരു വെളിച്ചം മിന്നുക, ഒരു വെളിച്ചം അവനെ അടിച്ചിട്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ കുതിരപ്പുറത്ത് നിന്ന് അവൻ താഴെ വീണ ആ വെളിച്ചം കണ്ടിട്ട്. എന്നിട്ട് ചോദിക്കുക, ആ വെളിച്ചം ഒരു ചോദ്യാ ചോദിക്കുന്നേ, ശൗലേ ശൗലേ, നീ എന്നെ എന്തിനാ ഉപദ്രവിക്കുന്നേ? അപ്പൊ ശൗല് തിരിച്ചു മറുപടി കൊടുക്കുന്ന എന്തുവാ? നീ ആരാവുന്ന കർത്താവേ എന്നാ ചോദിക്കുന്നേ. അപ്പോഴാ പറയുന്നേ, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാ ഞാൻ. 3 ദിവസം ഉണ്ടല്ലോ ആ വ്യക്തി കണ്ണ് കാണാതെ അവിടെ പാർത്തെന്നാ പറയുന്നേ. ദമസ്കോസിൽ യൂദായുടെ വീട്ടിൽ പാർത്തു. അപ്പോ ദൈവം അനന്യാസിനെ വിടുവാണ്. എന്തിന്? പൗലോസിന്റെ കണ്ണിന് കാഴ്ച പ്രാപിക്കാൻ അനന്യാസിനെ വിട്ട്. നമുക്കതെല്ലാം അറിയാവുന്ന കാര്യമാണ്. പൗലോസ് കാഴ്ച പ്രാപിക്കുകയും ദൈവം അവിടെ അനന്യാസിനോട് പറയുന്ന കാര്യമുണ്ട്. അനന്യാസ് പറയുന്നുണ്ട്, ദൈവമേ, സഭയെ കൊന്നു മുടിച്ചടന്ന ഒരു വ്യക്തിയാ. അപ്പൊ ദൈവം പറയാ, രാജാക്കന്മാരുടെ മേലും ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും. ആ ഒരു ഭാഗം ഒന്ന് നമുക്ക് എടുത്ത് വായിക്കാം. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 9-ാമത്തെ അധ്യായം. ഞാനൊന്ന് എടുത്തോട്ടെ. അതിന് 10 മുതൽ. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസെ എന്ന് വിളിച്ചു. കർത്താവെ, അടിയരിതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവെക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെയൊക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം ഉണ്ട് എന്ന് പറഞ്ഞു. കർത്താവ് അവനോട്, നീ പോവുക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം. അപ്പോൾ പൗലോസ് ഇവിടെ പറയുവാണ്, പൗലോസിനെ ആരാ അപ്പസ്തോലനാക്കിയത്? 12 അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുത്ത ആ കർത്താവ് തന്നെയാണ് പൗലോസിനെ ആരാക്കിയതെന്നാ പറയുന്നത്? അപ്പസ്തോലനാക്കിയത്. അപ്പസ്തോലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു കാര്യത്തിന് വേണ്ടി അയക്കപ്പെട്ടവനാണ് ഞാനെന്നാ പറയുന്നത്. ഏറ്റവും കൂടുതൽ പൗലോസ് ഈ അപ്പസ്തോലനാന്ന് പറയുവാൻ കാര്യം, നമ്മൾ ചിന്തിക്കുമ്പോൾ പൗലോസിന്റെ അപ്പസ്തോലത്വത്തെ ചോദ്യം ചെയ്തിരുന്നു സഭ ആ കാലഘട്ടത്തിൽ. എന്ന് വെച്ചാൽ പൗലോസിനെ കുറിച്ച് അവർക്കറിയാവുന്നത് സഭയെ മുടിച്ചു കിടന്ന്, അതായത് സഭയെ കൊന്നു, സഭയിലെ വിശ്വാസികളെ അല്ലെങ്കിൽ വിശുദ്ധന്മാരെ കൊന്നു നടന്ന ശൗലിനെ അറിയത്തുള്ളൂ. അപ്പൊ അവർ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇതാരാ അപ്പസ്തോലത്വം നൽകിയത്? കർത്താവിനെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിരുന്നു. പൗലോസ് അതിന് ലേഖനങ്ങളിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. ഞാൻ മറ്റു 12 അപ്പസ്തോലന്മാരെക്കാട്ടിലും ഏറ്റവും കുറഞ്ഞവനല്ല എന്ന് പറയുന്നുണ്ട്. ഞാനും ക്രിസ്തുവിനെ കണ്ടിട്ടില്ലേ? മറ്റേ അപ്പസ്തോലന്മാർ ക്രിസ്തുവിന്റെ കൂടെ നടന്നു. എന്നാൽ പൗലോസിന് കിട്ടിയ കോളിങ് അത് യുണീക്കായിരുന്നു. ഒരു വ്യത്യസ്തമായ അളവിലാണ് പൗലോസിനെ ദൈവം തൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി വിളിക്കുന്നത്. അങ്ങനെ ദൈവത്താൽ അപ്പസ്തോലനായ ഒരു വ്യക്തിയാണ് ആര്? പൗലോസ്. എന്നിട്ട് പൗലോസ് ഇവിടെ പറയുവാണ്, ഞാൻ അതായത് അതിനു വേണ്ടി സെപ്പറേറ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തി, ഞാനൊരു കാര്യത്തിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാന്നാ പറയുന്നത്. എന്ത് കാര്യത്തിന് വേണ്ടിയാന്ന് താഴേക്ക് വരുമ്പോൾ നമ്മൾ കാണും. അപ്പൊ പൗലോസ് ഇവിടെ 3 രീതിയിലാണ് പൗലോസിനെ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ രീതി പൗലോസ് എന്തുവാ പറയുന്നത്? ഐ ആം എ സെർവന്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വെറും സെർവന്റ് അല്ല, ബോൺ സെർവന്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. രണ്ടാമത് പറയുന്നേ, ഞാൻ ആരാന്നാ പറയുന്നേ? അപ്പസ്തോലനാണ്. പൗലോസ് റോമിൽ വേർതിരിച്ചു, അതായത് ഇവിടെ കണ്ടോ, വാഗ്ദത്തം ചെയ്ത മലയാളത്തിൽ സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പസ്തോലൻ. വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പസ്തോലൻ. എന്നെ വേർതിരിച്ചേക്കോ? വേർതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
പ്രത്യേക കാര്യത്തിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്തേക്കുക. അങ്ങനെ ദൈവത്താൽ സെപ്പറേറ്റ് ചെയ്ത് ദൈവം എന്നെ വിളിച്ച ആ അപ്പസ്തോലന്റെ ആ ഒരു പദവി, ആ ഒരു അധികാരം എനിക്ക് നൽകിയേക്കുക. ആ ഒരു പൊസിഷനിലേക്ക് എന്നെ ഒന്ന് ആക്കി വെച്ചേക്കുവാന്ന് ആ റോമിലെ സഭയ്ക്ക് പൗലോസ് ലെറ്റർ എഴുതുമ്പോൾ പൗലോസിനെ ഏഴിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. എന്നാൽ ഇംഗ്ലീഷിൽ താഴേക്ക് വരുമ്പോൾ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നേ, എന്തിനാ എന്നെ വിളിച്ചത്? ഇത്രയും ഞാൻ പറഞ്ഞു. ഞാൻ കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ ബോൺ സെർവന്റ് ആണ്. ഞാൻ ദൈവത്താൽ വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പസ്തോലനാണ്. ഇനി എന്തുദ്ദേശത്തിന്റെ പേരിലാ ദൈവം എന്നെ വിളിച്ചേക്കുന്നേ? ഒരു പർപ്പസിനാണ് എന്നെ വേർതിരിച്ചേക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ പൗലോസ് തന്നെ പറയുക റോമിലെ സഭയോട്, എന്നെ എന്തിനാണ് ദൈവം വിളിച്ചേക്കുന്നത്? അതാണ് അങ്ങോട്ട് താഴേക്ക് കാണുന്നത്. അവിടെ പറയുന്നത് മലയാളത്തിൽ മേളിലാണ് കൊടുത്തേക്കുന്നത്. ആദ്യത്തെ ഭാഗത്ത് തന്നെ അത് പറയുന്നുണ്ട്. എന്നാൽ ഇംഗ്ലീഷിൽ താഴേക്ക് വരുമ്പോഴാണ് അത് നമുക്ക് കാണുന്നത്. ഇവിടെ പൗലോസ് പറയുന്നത്, എന്നെ ഒരു ഗുഡ് ന്യൂസ്, ദൈവത്തിന്റെ ഒരു ഗുഡ് ന്യൂസ് അറിയിക്കാൻ ദൈവം എന്നെ വിളിച്ചേക്കുവാണ്. അതായത് സുവിശേഷം അറിയിക്കുവാൻ എന്നെ വിളിച്ചേക്കുവാണ്. എന്തുവാണ് ഈ ഗുഡ് ന്യൂസ്? ഈ ഗുഡ് ന്യൂസ് എന്തുവാണെന്ന് അറിയണമെങ്കിൽ ആദ്യത്തെ ഭാഗം പറയുന്നുണ്ട്, ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി എന്ന് പറയുമ്പോൾ ഈ ഗുഡ് ന്യൂസ് എന്തുവാന്ന് പൗലോസ് റോമിലെ ക്രിസ്ത്യാനികളോട് പറയുവാണ്. ഈ ഗുഡ് ന്യൂസ് എന്തുവാണ്? ആ ഗുഡ് ന്യൂസ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് ഈ സുവിശേഷം. എന്നിട്ട് പൗലോസ് അവിടെ പറയുന്നത്, ഈ സുവിശേഷം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ചിന്താഗതിയിൽ വന്ന കാര്യമല്ല. അതായത് ലോകസ്ഥാപനത്തിന് മുമ്പേ വചനം പറയുന്ന ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്തെന്നാ പറയുന്നേ. ഇത് ദൈവത്തിന്റെ മുൻനിർണയമായിരുന്നു. അതായത് പുതിയ നിയമത്തിൽ വന്നപ്പോൾ കണ്ട ഒരു കാര്യമല്ല ഈ ഗോസ്പൽ, സുവിശേഷം. ഇത് ലോകസ്ഥാപനത്തിന് മുന്നേ ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം. എന്നാൽ ഇതിന്റെ പ്രോമിസ് എവിടാ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ഒരു പ്രോമിസ് കൊടുക്കുക സ്ത്രീയോട്. എന്തുവാ? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അവിടെ ഒരു പ്രോമിസ് കാണുക. എന്നിട്ട് അങ്ങോട്ട് പഴയ നിയമത്തിൽ ഉടനീളം പ്രവാചകന്മാർ മുഖാന്തരം ആ മിശിഹായെ കുറിച്ച് പറഞ്ഞില്ലേ? യെശയ്യാ പ്രവാചകൻ കർത്താവിന്റെ പീഡാനുഭവങ്ങൾ വരെ എത്രയോ വർഷം മുമ്പ്, കർത്താവിന്റെ ജനിക്കുന്നതിന് എത്രയോ വർഷം മുമ്പ് പരിശുദ്ധാത്മാവിൽ എഴുതാൻ ദൈവം ഉപയോഗിച്ചു. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്ന ഒറ്റ കാര്യമാണ്, ഈ സുവിശേഷം, ഈ ഗുഡ് ന്യൂസ് എന്ന് പറയുന്ന വേറൊന്നുമല്ല, ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. കർത്താവിനെ കുറിച്ച് ഈ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പേ തൊട്ട് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ കാര്യമാണ്. ആ ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനാണ് ദൈവം എന്നെ അപ്പസ്തോലനാക്കി വേർതിരിച്ച് വിളിച്ചേക്കുന്നതെന്നാണ് പൗലോസ് ഈ സഭയ്ക്ക് എഴുതുന്നത്. ഇപ്പൊ ഇച്ചിരി ക്ലാരിറ്റിയിൽ അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അവിടെ പറയുവാണ്, കർത്താവ് നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും, എന്നിട്ട് അവരെ ഒരു സല്യൂട്ടേഷൻ പോലെ പറയുക, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. അതിന് തൊട്ടു മുമ്പിൽ മൂന്നാമത്തെ വാക്യം പറയുന്നു, പൗലോസ് റോമിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്ന, അതായത് പൗലോസ് റോമിലെ ആളുകളെ അവരെ പറയുന്നത് ദൈവത്തിന്റെ പ്രിയന്മാരാ നിങ്ങള്. എന്നിട്ട് അവരോട് പറയാ, പ്രിയന്മാര് മാത്രമല്ല ദൈവത്തിന്റെ വിശുദ്ധന്മാരാ നിങ്ങള്. അപ്പൊ ദൈവത്തെ, ക്രിസ്തുവിനെ അറിഞ്ഞ് ആ നീതീകരണം പ്രാപിച്ചു വന്ന ഒരു വ്യക്തിയെ ദൈവം പിന്നെ കാണുന്നത്
എങ്ങനാക്കി വെച്ചേക്കുക? വിശുദ്ധനാക്കി വെച്ചേക്കുക. വിശുദ്ധൻ എന്ന് പറയുമ്പോൾ മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന ഒരവസ്ഥയല്ല. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മളെ ആ പൊസിഷനിലാക്കി വെച്ചേക്കുക പ്രിയപ്പെട്ടവരെ. അങ്ങനെ വിശുദ്ധനായിരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മറന്നു പോകരുത്. ആ വിശുദ്ധന് ഒത്തവണ്ണം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കേണ്ടിയിരിക്കുന്നു. അതെങ്ങനെ ജീവിക്കണമെന്ന് ഈ തുടർന്നുള്ള പുസ്തകത്തിൽ ഈ ഭാഗങ്ങളിൽ നമ്മൾ കാണും. ഓക്കെ, അപ്പോൾ ഈ റോമിലെ സഭയോട് ഒന്നുകൂടി നിങ്ങൾക്ക് അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ബോറടിക്കുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല, എങ്കിലും ആ ഒരു ഒട്ടും സംശയം വരാതിരിക്കാൻ ഒന്നുകൂടി പറയാം. പൗലോസിനെ ഈ സഭയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സഭയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന തന്നെ ഒരു ബോൺ സെർവൻ്റ് ആയിട്ടാ പറയുന്നത് ആദ്യമേ തന്നെ. എന്നിട്ടാ പറയുന്നത് ഞാൻ വേർതിരിച്ച് വിളിക്കപ്പെട്ടവനാ, ഒരു പർപ്പസിന് എന്നെ വേർതിരിച്ച് വിളിച്ചേക്കുക ദൈവം, അപ്പസ്തോലനാക്കി വെച്ചേക്കുക. അത് കർത്താവ് തന്നെ അപ്പസ്തോലനാക്കി എന്നെ വെച്ചേക്കുക. ഞാൻ റോമിലെ വിശുദ്ധരും ദൈവത്താൽ പ്രിയന്മാരുമായ നിങ്ങൾക്ക് എഴുതുവാന്ന് പറയുക. എന്നിട്ട് പൗലോസിന്റെ ആ ഉദ്ദേശം പൗലോസ് പറയുക, എന്തിനാ ഞാൻ ഈ ലെറ്റർ എഴുതുന്നേ? ആ സുവിശേഷം പറയാനാ. നമ്മൾ ചിന്തിക്കും വിശ്വാസികളോട് വീണ്ടും സുവിശേഷം പറയണോ? അപ്പൊ പൗലോസ് പറയുന്നേ, ആ സുവിശേഷം വീണ്ടും പറയാ, ആ സുവിശേഷത്തിനായിട്ട് എന്നെ വിളിക്കപ്പെട്ട ആ സുവിശേഷത്തിന്റെ പ്രത്യേകത എന്തുവാ? ആ സുവിശേഷം എന്ന് പറയുന്നത് അതായത് ദൈവത്തിന്റെ പുത്രനാകുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ആ സുവിശേഷം. അത് മനുഷ്യന്റെ പ്ലാനിലുള്ളതല്ല, ദൈവമാണ് ദൈവത്താൽ അത് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടതാ. മനുഷ്യന്റെ പ്ലാനിൽ വരുന്നതല്ല ആ സുവിശേഷം. അത് തന്റെ പുത്രനാകുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണെന്നും ആ ക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വിശുദ്ധ പഴയ നിയമങ്ങളിലൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ടെന്നും ഒക്കെ പൗലോസ് അവർക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്നിട്ട് പൗലോസ് താഴേക്ക് വരുമ്പോൾ അവരോട് പറയുവാണ്, പിതാവായ ദൈവത്തിൽ നിന്നും അതായത് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ റോമിലെ സഭയിൽ ചരിത്രം പറയുന്നത് കൂടുതലും ജാതികളിൽ നിന്നുള്ളവരായിരുന്നു ഉണ്ടായിരുന്നത്. ആരായിരുന്നു? ജാതികളിൽ നിന്ന് വിശ്വാസി വന്നവരായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. എന്നാൽ യഹൂദന്മാരിൽ നിന്ന് വിശ്വാസി വന്നവരും ഉണ്ടായിരുന്നു. അപ്പൊ അവരെ ഒന്ന് വന്ദനം, അവർക്കൊരു ഒരു സല്യൂട്ടേഷൻ കൊടുക്കുമ്പോൾ രണ്ട് രീതിയിലാണ് കൊടുക്കുന്നത്, കൃപയും സമാധാനവും. ഗ്രീക്കിൽ കൃപയും, എന്നാൽ ഒരു യഹൂദനോട് അനുബന്ധിച്ച് അവർ രണ്ടുപേരും കണ്ടുമുട്ടുമ്പോൾ പറയുന്നത് ഷലോം, അതായത് സമാധാനവും ഉണ്ടാകട്ടെ. ഇതിന്റെ ഓർഡർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃപയും സമാധാനവും. ഒരിക്കലും പഴയ നിയമ പുസ്തകത്തിലൊന്നും ഈ രണ്ട് വാക്കും ഒരുമിച്ച് ഉപയോഗിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. സമാധാനം ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ട്, പക്ഷെ കൃപയും സമാധാനവും എന്തുവാ ഇതിൽ അടങ്ങിയിരിക്കുന്ന വാസ്തവത എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വസ്തുത, ഇതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുത എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൃപ എന്ന് വെച്ചാൽ എന്തുവാ പ്രിയപ്പെട്ടവരെ? അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവത്തിന്റെ ഒരു ഫേവറ നമ്മളോടുള്ള എന്തുവാ? ദൈവത്തിന്റെ കൃപ. ഈ കൃപയാലല്ലേ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടത്? ഈ കൃപയല്ല, ദൈവത്തിന്റെ കൃപയുള്ളത് കൊണ്ടായിരുന്നു നമ്മൾ കർത്താവിനെ, യേശുക്രിസ്തുവിനെ വിശ്വസിക്കാനും അവനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിപ്പാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ സ്വീകരിച്ച നമുക്കുണ്ടല്ലോ ദൈവത്തിനോട് സമാധാനമുണ്ട്. അങ്ങനെ യേശുക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച നമുക്ക്, കൃപയാൽ സ്വീകരിച്ച നമുക്ക് ദൈവത്തിനോട് സമാധാനവുമുണ്ട്. അപ്പോൾ പൗലോസ് അവർക്ക് ഒരു സല്യൂട്ടേഷൻ കൊടുക്കുക, നിങ്ങൾക്ക് കൃപയും, ദൈവത്തിന്റെ കൃപയും അതുപോലെ തന്നെ ദൈവത്തിന്റെ സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. എന്നിട്ട് വേഗം താഴേക്ക് വരാം. അവിടുത്തെ അഞ്ചാമത്തെ ഭാഗം ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോട് നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പസ്തോലവും പ്രാപിച്ചത് അവരിൽ യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. ഇവിടെ വീണ്ടും കർത്താവിനെ കുറിച്ച് പൗലോസ് ഇച്ചിരിയും കൂടെ അവരോട് വിശദീകരിക്കുക. യേശുക്രിസ്തു ആരാണ്? ജഡം സംബന്ധിച്ച് ആരാണ്? രണ്ട് ഡയമെൻഷനാണ് കർത്താവിനെ കുറിച്ച് പറയുന്നത്. ജഡത്തിൽ ആരാണ് കർത്താവ്? ദാവീദിന്റെ വംശാവലിയിൽ ജനിച്ചു, അത് നമുക്കെല്ലാം അറിയാം. ഇശായിയുടെ കൊമ്പിൽ നിന്ന് ഒരു മുള
പൊട്ടിപ്പുറപ്പെടുവെന്നാ പറയുന്നത്. അത് പഴയ നിയമത്തിൽ പറയുന്ന കാര്യമാണ്. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ ഗോത്രത്തിൽ ജനിച്ചവൻ. എന്നാൽ കർത്താവ് 100% മനുഷ്യനായി ഈ ഭൂമിയിൽ ഇരുന്ന സമയത്ത് അവിടുന്ന് 100% ദൈവവുമായിരുന്നു. അവൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ആരായിരുന്നു? ദൈവപുത്രൻ എന്ന് പൂർണ്ണതയോടെ നിർണയിക്കപ്പെടുകയും ചെയ്യുന്നവനാലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സുവിശേഷത്തിൽ ഇപ്രകാരം കാണുന്നു. പരീക്ഷകൻ വന്ന് കർത്താവിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ പറ, ഇല്ലെങ്കിൽ ഒന്ന് ചാടി നോക്ക് എന്ന് പറയുമ്പോൾ കർത്താവ് അവിടെ അത്ഭുതം ഒന്നും ചെയ്യാൻ നിന്നായിട്ട് നമ്മൾ കാണുന്നില്ല. ഉണ്ടോ? കർത്താവ് പറഞ്ഞോ എങ്കിൽ ഞാൻ ദൈവപുത്രനാ, ഇപ്പൊ ഞാൻ ചെയ്തു കാണിക്കാമെന്നൊന്നും പറഞ്ഞു ഇന്നില്ല. എന്നാൽ കർത്താവ് ദൈവപുത്രനാണെന്ന് ഈ ലോകത്തിന് വെളിപ്പെടുത്തിയത്, ഈ ലോകത്തിൽ അതിനൊരു ഡിക്ലറേഷൻ വന്നത് എപ്പോഴാണെന്നറിയാവോ? കർത്താവ് മരിച്ച് പരിശുദ്ധാത്മാവിൽ ദൈവം ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് ഈ ലോകത്തിൽ അത് നിർണയിക്കപ്പെട്ടത്. അതെ, ഈ ക്രിസ്തു, ഈ 100% മനുഷ്യനായി ജീവിച്ച ഈ ക്രിസ്തു, ആ ക്രിസ്തു തന്നെ ആകുന്നു ദൈവപുത്രൻ. മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടി ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് ഈ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ നടന്ന സമയത്ത് പരിശുദ്ധാത്മാവിലാണ് നടത്തപ്പെട്ടെ, അല്ലെ? ഈ പരിശുദ്ധാത്മാവിൽ നടത്തപ്പെട്ടപ്പോൾ ശിഷ്യന്മാര് പോലും കർത്താവ് സുവിശേഷത്തിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ കുറിച്ച് ആര് എന്തുവാന്നാ പറയുന്നേ? അപ്പൊ പലരുടെ അഭിപ്രായം പറഞ്ഞു. ചില ആളുകൾ ഇങ്ങനെ പറയുന്ന, ആളുകൾ എന്നെ കുറിച്ച് എന്തൊക്കെ പറയുന്നെന്ന് യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുമ്പോ ശിഷ്യന്മാര് പറഞ്ഞു, ചിലവര് പറയുന്നു ഏലിയ പ്രവാചകൻ, അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ പത്രോസ് പറയുക, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവാ. പക്ഷേ കർത്താവിന്റെ മരണസമയത്ത് പലരും ചിതറിപ്പോയി, അല്ലെ? ശിഷ്യന്മാരെല്ലാം ചിതറിപ്പോയി. പല ഭാഗത്തേക്ക് അവർ ഓടി, പല വേലയ്ക്ക് പോയി. എന്നാൽ ഈ ഒരു നിർണയം അവർക്ക് എപ്പോഴാ മനസ്സിലായതെന്നറിയാവോ? ശിഷ്യന്മാർക്ക് പോലും കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ പിതാവായ ദൈവം കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോഴാണ് മനസ്സിലായത്, അതെ, ഇത് ദൈവപുത്രനാകുന്ന ക്രിസ്തു തന്നെയാകുന്നു. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ആരാ? ദൈവമക്കളാ, അല്ലേ? അത്ഭുതം ചെയ്തതുകൊണ്ടോ അടയാളം ചെയ്തതുകൊണ്ടോ അല്ല ഈ ലോകം നമ്മളെ ആരെന്ന് പറയുന്നേ, നീ ഒരു ദൈവ പൈതൽ എന്ന് പറയുന്നേ. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ക്രിസ്തു നടന്നതുപോലെ പരിശുദ്ധാത്മാവിൽ പാപമില്ലാത്തവരായിട്ട് നടക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ പറയണം, അതെ, ഇവനിലൊരു പ്രത്യേകതയുണ്ട്, ഇവൻ ആരാ? വാസ്തവമായിട്ടും ദൈവത്തിന്റെ പൈതല്. എന്ന് വെച്ചാൽ കർത്താവ് അവിടെ അത്ഭുതം ചെയ്തതുകൊണ്ട് അടയാളം കാണിച്ചോ ദൈവപുത്രനാന്ന് അവിടെ തെളിയിക്കാൻ നിന്നില്ല. തെളിയിച്ചത് എപ്പോഴാണ്? താൻ വിശുദ്ധിയിൽ ഈ ലോകത്തിൽ നടന്നു, പരിശുദ്ധാത്മാവിൽ ഈ ലോകത്തിൽ നടന്ന് മരിച്ചുയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ, അത് പരിശുദ്ധാത്മാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചേ, എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിൽ നിർണയം വന്നു, അതെ, വാസ്തവമായിട്ടും ഈ ക്രിസ്തു തന്നെയാകുന്നു ദൈവപുത്രനെന്ന്. എന്നിട്ട് ഇവിടെ താഴേക്ക് വരുമ്പോ പറയുക, ദൈവപുത്രൻ എന്ന് ശക്തിയോട് നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പസ്തോലവും പ്രാപിച്ചത്. അപ്പൊ പറയാ, ആ യേശു ക്രിസ്തുവിനായിട്ട്, ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറവാൻ ഞങ്ങൾ അപ്പസ്തോലത്വം പ്രാപിച്ചിരിക്കുക. സകല ജാതികളുടെ ഇടയിൽ പറയുക മാത്രമല്ല, അവരുടെ വിശ്വാസത്തിന് അനുസരണം വരുത്തണം. എന്തോ ഈ വിശ്വാസത്തിന് അനുസരണം വരുത്തുക? പൗലോസ് ആഗ്രഹിക്കുന്ന കാര്യം വെറും ഒരു വിശ്വാസം, കർത്താവിനെ കുറിച്ച് പറഞ്ഞു പോവുക മാത്രമല്ല, വിശ്വസിക്കുന്നവരെ അതിൽ നിലനിർത്തുവാൻ, ആ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ അവരെ പ്രാപ്തരാക്കണം. അതിനു വേണ്ടിയാ പൗലോസ് പറയുന്ന, അതിനുവേണ്ടിയാ ഞാൻ അപ്പസ്തോലത്വം പ്രാപിച്ചത്, അതിൽ യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട റോമിലെ സഭയിലെ വിശ്വാസികളും ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞാണ് ഈ ലേഖനം പൗലോസ് എഴുതി തുടങ്ങുന്നത്. ഇതുകൊണ്ട് ഈ ഭാഗം നിർത്തുക. പക്ഷെ ഇത് ഒന്ന് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഒന്നുകൂടി ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. മറന്നുപോയില്ല നിങ്ങൾ,
ഇതിൽ പോൾ ലെറ്റർ എഴുതുവാണ്. പൗലോസ് അപ്പോസ്തലൻ റോമിലെ സഭയിലെ വിശ്വാസികൾക്ക് എഴുതിയ ലേഖനം. ഇത് ആരുടെ കൈവശോ കൊടുത്തയച്ചേ? ക്രെങ്ക്രേ സഭയിലെ ഫേബയുടെ കൈവശം. ഇത് പൗലോസ് പറഞ്ഞു കൊടുത്ത് ഇത് ആരാ എഴുതുന്നത്? തർസോസ് എഴുതുന്നേ. ഇത് എഴുതാനുണ്ടായ ഈ എഴുതിയിരുന്ന സമയത്ത് പൗലോസ് എവിടെ ആയിരുന്നു? തന്റെ 3-ാം മിഷണറി യാത്രയുടെ അവസാന ഘട്ടത്തിൽ കൊരിന്തിൽ വെച്ചാണ് ഈ ലേഖനം എഴുതുന്നത്. ഗായോസിന്റെ ഭവനത്തിൽ താമസിച്ചാണ് ഈ ലേഖനം എഴുതപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. അതായത് റോമിലെ സഭയ്ക്ക് പൗലോസ് ഈ ലേഖനം എഴുതുന്നതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. എന്തുവാ? റോമിലെ സഭ എന്ന് പറയുമ്പോൾ അപ്പസ്തോലന്മാർ സ്ഥാപിക്കപ്പെട്ട സഭയല്ല. അപ്പൊ സുവിശേഷത്തിന്റെ മഹത്തായ സത്യങ്ങളെ വിവരിച്ചുകൊണ്ട് സഭയ്ക്ക് പൗലോസ് അപ്പസ്തോലൻ ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അപ്പസ്തോലനിലൂടെ ഈ ലേഖനം എഴുതി സഭയ്ക്ക് കൊടുക്കുവാണ്. അപ്പോൾ പൗലോസ് ഈ സഭയിൽ ആദ്യമേ ഈ ലെറ്റർ എഴുതുമ്പോൾ പൗലോസിനെ പരിചയപ്പെടുത്തുന്ന ഏതൊക്കെ രീതിയിലാണ്? ഒന്ന്, ബോൺ സെർവൻ്റാന്നാ പറയുന്നത്. ബോൺ സെർവന്റിന്റെ അർത്ഥം അറിയാവല്ലോ, കാത് തുളയ്ക്കപ്പെട്ടവൻ. ഇല്ലെങ്കിൽ പൗലോസ് പറയുന്ന ആ സ്നേഹത്താൽ എൻ്റെ കാത് തുളയ്ക്കപ്പെട്ടെ. യജമാനുള്ള എനിക്ക് ഒറ്റ ആഗ്രഹമുള്ള ആ യജമാനെ എങ്ങനെങ്കിലും ഒന്ന് പ്ലീസ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഞാൻ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടവനെ. എന്തിനാ പൗലോസ് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസിന് ഒറ്റ കാര്യം പറയാൻ ഒക്കും. ആ ഗുഡ് ന്യൂസ്, ദൈവത്തിന്റെ ഗുഡ് ന്യൂസ് അറിയിക്കുവാൻ എന്നെ സെപ്പറേറ്റ് ചെയ്തേക്കുക. പിന്നെ ഞാൻ അപ്പസ്തോലനായി വിളിക്കപ്പെട്ടവനാണ്. അപ്പസ്തോലനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി അയക്കപ്പെട്ടവൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്നിട്ട് ഇവിടെ പൗലോസ് പറയുവാണ് റോമിലെ വിശുദ്ധന്മാർക്ക്, ഈ റോമിലെ വിശുദ്ധന്മാരെ ഈ ദൈവം എങ്ങനാണ് അവരെ കാണുന്നത്, ഇല്ലെങ്കിൽ റോമിലെ വിശ്വാസികളെ ദൈവം എങ്ങനാ കാണുന്നത്? ദൈവത്തിന് അവർ പ്രിയന്മാരാണ്, ദൈവത്തിന് അവര് വിശുദ്ധന്മാരാണ്. അവർക്ക് എഴുതുക ഈ ലെറ്റർ. എന്തിനു വേണ്ടിയാ ലെറ്റർ എഴുതുന്നത്? ഗുഡ് ന്യൂസ് അറിയിക്കാൻ. എന്തുവാ ഈ ഗുഡ് ന്യൂസ്? കർത്താവ് നമ്മുടെ ദൈവത്തിന്റെ ഇല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് ഈ ഗുഡ് ന്യൂസ്. ആ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് ജഡം സംബന്ധിച്ച് ആരായിരുന്നു? ദാവീദിന്റെ ഗോത്രത്തിൽ ജനിക്കുകയും വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനാണെന്ന് ഈ ലോകത്തിന് നിർണയം വരുത്തിയ വ്യക്തിയാണ്. ആ കർത്താവിനെ കുറിച്ച് പറയാനാണ്. ആ കർത്താവിനെ കുറിച്ച് പറയുക മാത്രമല്ല, വിശ്വസിക്കുന്നവരിൽ അതിന് അനുസരണം വരുത്തണം. അവരെ അതിന് ജീവിക്കുവാൻ, അതനുസരിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാൻ പ്രാപ്തമാക്കുവാൻ കൂടിയാണ് ഞാൻ അപ്പസ്തോലനായി ദൈവത്താൽ വിളിക്കപ്പെട്ടത്, അതിൽ നിങ്ങളും ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ലെറ്റർ തുടങ്ങുന്നത്. അതുകൊണ്ട് ഇത്രയും ഭാഗം എനിക്ക് തോന്നുന്ന ആളുകൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കൂടുതലും മലയാളത്തിൽ അത് മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷിൽ വായിക്കണം. അതുകൊണ്ട് ഇംഗ്ലീഷിൽ വായിപ്പിച്ച് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇത് പെട്ടെന്ന് ആ ഒരു ഭാഗം മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. ഈ വചനത്താൽ ദൈവം നിങ്ങളെ എല്ലാവരും സഹായിക്കട്ടെ.